മോർണിംഗ് 24 എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മറ്റൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 17 വെള്ളിയാഴ്ച മേടം 4 ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും ലോക്സഭയിൽ ഇന്ന് വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ വോട്ടെടുപ്പുണ്ട്. എന്താകും ആ ബില്ലിന്റെ അവസ്ഥ എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട്. കാരണം 3/2 ഭൂരിപക്ഷം വേണം ലോക്സഭയിൽ ആ ബിൽ പാസ്സാക്കാൻ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് ലോക്സഭ കടക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം പശ്ചിമേഷ്യയിൽ നിന്ന് ചില സമാധാന വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഇറാനുമായി ചില ധാരണകൾ എത്തുന്നു എന്ന ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ട്രംപിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ അനുകൂലമായ അല്ലെങ്കിൽ അത്തരത്തിൽ പോസിറ്റീവായ ഒരു വാർത്തകൾ കൂടി വരുന്നുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ലോക്സഭയിലേക്ക് തന്നെയാണ്, വനിതാ സംവരണ ഭേദഗതി ബില്ലിലേക്ക് തന്നെയാണ്. ബില്ലിൽ ഇന്ന് വോട്ടെടുപ്പുണ്ട്. ലോക്സഭയിൽ ബിൽ സഭ കടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യും എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയുടെ തീരുമാനം. ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബിൽ ലോക്സഭ കടക്കണമെങ്കിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. അതിനാൽ ബിൽ ലോക്സഭ കടന്നേക്കില്ല. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പിന് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്ക് മറുപടി പറയും. പ്രതിപക്ഷ നിരയിൽ നിന്ന് രാഹുൽ ഗാന്ധി സംസാരിച്ചേക്കും. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആകാംക്ഷയോടെ ഇന്ന് രാജ്യം നിൽക്കുന്നത് ലോക്സഭയിൽ ഇന്ന് എന്ത് സംഭവിക്കും എന്നതാണ്. ചർച്ച ഇന്ന് പുലർച്ചെ 1 മണിവരെ ചർച്ച നീണ്ടിരുന്നു. രണ്ടാം ദിവസവും ചർച്ച 11 മണിയോടെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു ഇന്നലത്തെ ലോക്സഭയിലെ ചർച്ചകൾ പോയത്? ഒപ്പം ഇന്ന് വോട്ടെടുപ്പ് വരുമ്പോൾ ഈ ബിൽ പാസ്സാകാനുള്ള ഒരു അംഗബലം അത് ഭരണകക്ഷിക്ക് ഇല്ലല്ലോ. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുക? ദിൽനാലും വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ആദ്യ ദിവസത്തെ ചർച്ച അവസാനിച്ചത്. ഇന്ന് 11 മണി കഴിയുമ്പോൾ തന്നെ ചർച്ച പുനരാരംഭിക്കും. ഇന്നലെ നിരവധി അംഗങ്ങൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. കൃത്യമായി പ്രതിപക്ഷത്തിലെ എല്ലാ അംഗങ്ങളും ബില്ലിനെ എതിർക്കുന്നതാണ് നമുക്ക് ലോക്സഭയിൽ കാണാൻ സാധിച്ചത്. കൃത്യമായി തന്നെ അവർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം യോഗം ചേരുകയും ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും വനിതാ സംവരണത്തിന് ഞങ്ങൾ എതിരല്ല, മറിച്ച് മണ്ഡല പുനർനിർണ്ണയം എന്ന വിഷയം ഇതുമായി ബന്ധിക്കുന്നതിലാണ് ആ പ്രതിപക്ഷം അടക്കം ഒന്നടങ്കം വിമർശനം ഉന്നയിക്കുന്നത്. ഇത്ര തിടുക്കപ്പെട്ട ഈ ബില്ലുമായി കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കൃത്യമായ വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് 50% സംവരണമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുക. നിലവിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യമൊന്നും ലോക്സഭയിൽ കുറയാൻ പോകുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഈ ബില്ലിൽ പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പ്രധാനമന്ത്രി നാടകം കളിക്കുന്നു എന്നതാണ് KC വേണുഗോപാലും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കടക്കം ലോക്സഭ സാക്ഷ്യമാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ചർച്ച വലിയ രീതിയിൽ നീണ്ടുപോവുകയും ചെയ്തത്. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ആദ്യ ദിവസത്തെ ചർച്ച അവസാനിച്ചത്. എന്തായാലും ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിക്കുമെന്നതാണ് അറിയുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയും. അതിനുശേഷം 4 മണിക്കാണ് ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുക. ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ലോക്സഭ കടക്കാനുള്ള സാധ്യതയില്ല. ഇതുകൂടാതെ ഇനി ആരെങ്കിലും മറുകണ്ഠത്തിലേക്ക് വോട്ട് ചെയ്യണമെങ്കിൽ മാത്രമായിരിക്കും ബില്ല് ലോക്സഭ കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം വിവിധ കോണിൽ നിന്ന് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടാകുന്നത്. കാരണം ഇനി കാരണം ബില്ല് പാസ്സാകാതിരുന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേളയാണ്. വനിതാ സംവരണത്തിന് പ്രതിപക്ഷം എതിരെന്നൊരു പ്രചാരണമായിരിക്കും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. എന്തായാലും ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ അംഗങ്ങളോടും ഇന്ന് സഭയിൽ എത്തണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ പാർട്ടികൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബില്ല് അവതരണത്തിന് തന്നെ അനുമതി ലഭിച്ചത് വോട്ടെടുപ്പിലൂടെയാണ്. 251 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 185 പേർ ആ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിലാണ് പോളിംഗ് പോകുന്നതെന്ന് എങ്കിൽ പോലും ബില്ല് പാസ്സാകാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. എന്തായാലും ബില്ല് പാസ്സാകാനുള്ള സാധ്യത അത് വളരെയധികം കുറവാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ ബില്ല് ഒരു കാരണവശാലും ലോക്സഭ കടക്കില്ല. ദിൽനാനു. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബില്ല് പാസ്സാക്കാനുള്ള അംഗബലമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇങ്ങനെ ഒരു ബില്ലുമായി മുന്നോട്ട് പോയതെന്നാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പകുതി നിൽക്കുമ്പോൾ തമിഴ്നാട്ടിലും ബംഗാളിലും വോട്ടെടുപ്പുകൾ നടക്കാനുള്ള പ്രചാരണങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രത്യേക സമ്മേളനം വിളിച്ചാണ് ഈ 3 ബില്ലുകൾ പാസ്സാക്കാനുള്ള നടപടി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത്. 360 MPമാരുടെ പിന്തുണ വേണം. അതെന്തായാലും കിട്ടുമോ എന്നതിൽ വലിയ സംശയം തന്നെയാണ്. വലിയ സംശയമല്ല, കിട്ടാനുള്ള സാധ്യത എന്തായാലും കുറവ് തന്നെയാണ്. അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് എന്തായാലും ഇറാനുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ഒരു
വാർത്തയിലേക്ക് പോകാം. ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറാൻ ഇറാൻ തയ്യാറാണെന്ന് അറിയിച്ചതായും ട്രംപ് പറയുന്നുണ്ട്. യുദ്ധം അവസാനിക്കുവാനുള്ള കരാർ ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. അമേരിക്കയും ഇറാൻ തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ച ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. The big thing we have to do is we have to make sure that Iran does not have a nuclear weapon, because if they do, you want to talk about problems, you'd have problems. So very important is that Iran does not have a nuclear weapon, and they've agreed to that. Iran's agreed to that, and they've agreed to it very powerfully. They've agreed to give us back the nuclear dust that's way underground because of the attack we made with the B-2 bomber. So we have a lot of agreement with Iran, and I think something's going to happen very positive. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നുണ്ട്. മധു, ഇപ്പോൾ ഇറാൻ വഴങ്ങി എന്ന അവകാശവാദവുമായാണ് ട്രംപ് എത്തിയിരിക്കുന്നത്. യുദ്ധം അവസാനിക്കും എന്ന് ട്രംപ് പറയുമ്പോൾ അത് ആശ്വാസം തന്നെയാണ്. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് അമൽ, ദിൽനാം. ഇറാനുമായിട്ടുള്ള പുതിയ ആണവ കരാർ ഉടൻ യാഥാർത്ഥ്യമായേക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത്. അതായത് അടുത്ത 20 വർഷത്തേക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്തതായിട്ട് വൈറ്റ് ഹൗസിന്റെ പുറത്ത് അദ്ദേഹം ലാസ് വേഗസിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം അമേരിക്ക നടത്തിയ B-2 ബോംബർ ആക്രമണത്തിൽ ഇറാന്റെ ചില ആണവ കേന്ദ്രങ്ങൾ തകർന്നിരുന്നു. അവിടെ ഈ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അവശേഷിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകാൻ ഇറാൻ തയ്യാറായെന്നാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. ഉടൻ തന്നെ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് അമേരിക്ക കരുതുന്നെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇതിനോട് ഇറാൻ ഇതുവരെയും ഔദ്യോഗികമായിട്ട് ഈ കാര്യങ്ങളിലൊന്നും പ്രതികരിച്ചിട്ടില്ലെന്ന് ഓർക്കണം. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഒരു സമാധാന കരാർ അടുത്ത ദിവസങ്ങളിൽ ഒപ്പിടുകയാണെങ്കിൽ ഒരുപക്ഷെ താൻ പാകിസ്ഥാൻ സന്ദർശിക്കും ഈ കരാർ ഒപ്പിടാനായിട്ട് എന്നും ട്രംപ് പറയുന്നു. അവിടെ ഉള്ളവർ തന്റെ വരവിനായി കാത്തിരിക്കുകയാണെന്നും ട്രംപ് പറയുന്നു. ഇറാൻ ഏകദേശം എല്ലാ നിബന്ധനകളും അംഗീകരിച്ചതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അടുത്തയാഴ്ചയാണ് ഇപ്പോഴുള്ള ഈ US ഇറാൻ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നത്. അത് നീട്ടുവാൻ താൻ തയ്യാറാണെന്ന് സൂചിപ്പിച്ചു. എന്നാൽ അത്തരം ഒരു കരാർ, ഈ ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുന്നതിനാൽ കാലാവധി നീട്ടേണ്ട ഒരു സാഹചര്യമില്ലെന്നുള്ളൊരു പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ഉപരോധ നയങ്ങൾ സാമ്പത്തിക ഭീകരവാദവും അതുപോലെ ബാക്ക്ഡോർ ബ്ലാക്ക് മെയിലിംഗും ഒക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ വക്താവ് ഇസ്മയിൽ ബഗായി ഇന്ന് അമേരിക്ക കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട് കൂടുതൽ കമ്പനികൾക്കും അതുപോലെ അവരുടെ എണ്ണ ടാങ്കറുകൾക്കും മേൽ അമേരിക്ക കഴിഞ്ഞ ദിവസം പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതാണ് ഇറാനെ ഇത്രയധികം പ്രകോപിപ്പിച്ചത്. അതേസമയം ഈ ലെബനീസ് ജനതയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഇറാൻ എത്തിയിരിക്കുകയാണ്. ലെബനീസ് പാർലമെന്റ് സ്പീക്കർ നബീഹ് ബെറിയുമായിട്ട് ഇന്നൊരു ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഇറാന്റെ സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഹു ആണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചത്. ഇസ്രയേൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണെന്നാണ് ലെബനൻ ആരോപിക്കുന്നത്. അതേസമയം ലെബനീസ് സഹോദരങ്ങളെ ഒരിക്കലും മറക്കില്ല. ലെബനനിൽ എത്രയും വേഗം വെടിനിർത്തൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ സ്ഥിതിഗതികൾ ഇറാനും അതുപോലെ താൻ വ്യക്തിപരമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് ഗാലിബാഹ് പറഞ്ഞത്. ദിൽന, അമൽ. മധു, മാർപ്പാപ്പയ്ക്കെതിരെ വീണ്ടും ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നുണ്ടല്ലോ. മാർപ്പാപ്പയ്ക്ക് ഇഷ്ടമുള്ളത് പറയാം, പക്ഷെ തനിക്ക് അതിനോട് വിയോജിപ്പാണ്, യോജിക്കാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങൾ. മാർപ്പാപ്പയ്ക്കെതിരായ പ്രതികരണങ്ങൾ അമേരിക്കയിലടക്കം ട്രംപിനെതിരെ ചില പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണല്ലോ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാർപ്പാപ്പയുടെ പ്രതികരണങ്ങൾ ഡൊണാൾഡ് ട്രംപ് അത് രാഷ്ട്രീയപരമായിട്ടാണ് എടുക്കുന്നത്. ദിൽനാം, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അതുപോലെ ആണവായുധം പോലുള്ള രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളിലൊക്കെ മാർപ്പാപ്പ ഇടപെടുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ മാർപ്പാപ്പയ്ക്ക് നേരെയുള്ള ഈ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളോട് പലർക്കും അതിനോട് വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മാർപ്പാപ്പയോട് ആ രീതിയിലേക്ക് ആ ഒരു ലെവലിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ട്രംപിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. ദിൽന. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ട്രംപിന്റെ അവകാശവാദങ്ങളാണ്. പലതും ട്രംപ് പലപ്പോഴും പറയാറുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിൽ ഇതിൽ സത്യമുണ്ട്, വസ്തുതയുണ്ട് എന്ന് വരും ദിവസങ്ങളിൽ കാണണം. പക്ഷേ ഈ ആഴ്ച തന്നെ രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുമെന്നും ഒരു കരാർ വേഗത്തിൽ തന്നെ ഇറാനുമായി ഉണ്ടാകുമെന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്കാകെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈ രാഷ്ട്രീയപരമായി ട്രംപ് എടുക്കുന്നു എന്നതിനപ്പുറം പേഴ്സണലായി ട്രംപ് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. മാർപ്പാപ്പയ്ക്കെതിരെ അടക്കം പറയുമ്പോൾ ട്രംപ് അത് പേഴ്സണലി കൂടി എടുക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മിഡ് ടേം ഇലക്ഷനൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യില്ല ട്രംപിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു വാർത്തയിലേക്ക് നമുക്ക് പോവാം.
ഇസ്രയേലും ലെബനോണും തമ്മിലുള്ള വെടിനിർത്തൽ ആരംഭിച്ചു. 10 ദിവസത്തേക്കാണ് വെടിനിർത്തൽ. തെക്കൻ ലെബനോണിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. മെറിൻ മേരി ചാക്കോവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മെറിൻ, ഈ വെടിനിർത്തൽ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സൈന്യത്തെ പിൻവലിക്കില്ല തെക്കൻ ലെബനോനിൽ നിന്ന് എന്ന് ഇസ്രയേൽ പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സൈന്യം തുടരും, പക്ഷേ ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്നാണോ? ഗുഡ് മോർണിംഗ് ദിൽന ആൻഡ് അനൂപ്. ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 10 ദിവസത്തേക്കാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ വന്നിരിക്കുന്നത്. ഇന്നലെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂ സോഷ്യലിലൂടെ ഈ വെടിനിർത്തലിനെ കുറിച്ച് അറിയിച്ചത്. അതായത് 10 ദിവസത്തേക്ക് ഇരുവരും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും ലബനീസ് പ്രസിഡന്റുമായും താൻ സംസാരിച്ചെന്നും വളരെ മനോഹരമായ സംഭാഷണം ഇരുവരും തമ്മിൽ നടത്തിയെന്നും തന്നെയാണ് ട്രംപ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇതുപ്രകാരം തെക്കൻ ലബനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ല. അതേസമയം ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ലിഥാനി നദിയുടെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പോകരുതെന്ന് ലബനീസ് നിവാസികൾക്ക് ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം തെക്കൻ മേഖലകളിൽ തെക്കൻ ലബനനിൽ തുടരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇരു നേതാക്കളുമായും വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരെയും വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ ചർച്ചകളെ ആശ്രയിച്ച് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ കരാറിനെ ആശ്രയിച്ചാകും ഇറാൻ അമേരിക്ക വെടിനിർത്തലിൻ്റെ ഭാവി എന്നതും വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഈ ഒരു വെടിനിർത്തൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വെടിനിർത്തൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. 1993 ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലും അതുപോലെ തന്നെ ലബനനും വാഷിംഗ്ടണിൽ ചർച്ച നടത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കരാർ നിലവിൽ വന്നതായി ഇപ്പോൾ ട്രംപ് ട്രൂ സോഷ്യലിലൂടെ അറിയിച്ചതും. ട്രംപിന്റെ അവകാശവാദം ഇങ്ങനെയായിരുന്നു: ലോകത്തെ 9 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു, താൻ അവസാനിപ്പിച്ച 10ാമത്തെ യുദ്ധമാണ് ഇത് എന്നുള്ള അവകാശവാദത്തോടുകൂടെ തന്നെയാണ് ഈ വെടിനിർത്തലിനെ കുറിച്ച് ട്രംപ് ലോകത്തെ അറിയിച്ചത്. എന്തായാലും 10 ദിവസത്തേക്കുള്ള ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഈ വെടിനിർത്തലിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും ഇറാൻ അമേരിക്ക ചർച്ചകളുടെ ഭാവി എന്നതും ശ്രദ്ധേയമാണ്. ദിൽന, അനൂപ്. ശരി മെറിൻ, എന്തായാലും ഹെസ്ബുള്ളയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ലബനോനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ലബനോനിലാണ്. അതിന് ഒരു അറുതിയാകുന്നു എന്നത് സമാധാനകരമായ സന്തോഷമുള്ള വാർത്ത കൂടിയാണ്. ഈ 10 ദിവസം എന്നത് കൂടുതൽ ദിവസങ്ങളിലേക്ക് വെടിനിർത്തൽ പോകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നും ആഗ്രഹിക്കാം. എന്തായാലും സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ ചൂടുണ്ട്, ഒപ്പം തന്നെ അല്ലാതെ കാലാവസ്ഥയിലും അതിഭീകരമായ ചൂടാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാറും കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയും കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയുമാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അജ്മൽ ദിറാറിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. അജ്മൽ, ഗുഡ് മോർണിംഗ്. വലിയ മുന്നറിയിപ്പ് ഈ 12 ജില്ലകളിൽ, ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ഇങ്ങനെയുള്ള മുന്നറിയിപ്പ്, യെല്ലോ മുന്നറിയിപ്പ് ചൂടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ട്. വലിയ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. പകലൊന്നും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കടുത്ത ചൂടാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നാണ് അവർ പറയുന്നത്? അനൂപ്, ദിൽന, ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാനത്തിലെ ചൂട് അതിതീവ്രമായി തുടരുക തന്നെയാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള കുറവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിട്ടില്ല. ഇനിയും ഒരു 4 ദിവസം വരെ, ഞായറാഴ്ച അതായത് ഏപ്രിൽ 19 വരെ അതിലൊരു കുറവ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ സംസ്ഥാനത്തെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയത്ത് 38, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില അടുത്ത 4 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് ഈ കനത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലും സൂര്യതാപത്തിനും സൂര്യാഘാതത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട്
തന്നെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങൾ നേരിട്ട് വെയിലേൽക്കുന്നത് ആളുകൾ ഒഴിവാക്കണമെന്നും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ ധാരാളമായി വെള്ളം കുടിക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കണമെന്നും അയവുള്ള കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ചൂടിൽ നിന്നും പരമാവധി രക്ഷ തേടണമെന്നും ഒക്കെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് വളരെ ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പലരുടെയും ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ കൂലിവേലക്കാർക്കൊന്നും പുറത്തുപോയി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കടുത്ത ജലദൗർലഭ്യം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അണക്കെട്ടുകൾ അടക്കമുള്ള ഈ പല സ്ഥലങ്ങളിലും ജലലഭ്യത കുറഞ്ഞത് കാരണത്താൽ വൈദ്യുതി ഉൽപ്പാദനത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമാണ് 6000 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 6000 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗം ഓരോ ദിവസവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ KECBയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏതായാലും ജൂൺ ആദ്യം സംസ്ഥാനത്ത് വേനൽമഴ സംസ്ഥാന KECB അടക്കമുള്ള വൈദ്യുതി വകുപ്പ് അടക്കം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഏതായാലും നിലവിൽ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വേനൽമഴ ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് നേരിയ മഴയ്ക്ക് മാത്രമാണ് സംസ്ഥാനത്ത് നിലവിൽ അടുത്ത 4 ദിവസത്തേക്ക് പ്രതീക്ഷയുള്ളത് എന്ന് കൂടിയാണ് ഇതിൽ. സജിമലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്ക് പോകാം. അനീഷ് ദേവസിയുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് വടക്കൻ കേരളത്തിന്റെ ഒരു സ്ഥിതിവിശേഷം? എല്ലായിടത്തും ചൂട് തന്നെയാണ്. വടക്കൻ കേരളത്തിന്റെ ഒരു ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? അനൂപ്, ഗുഡ് മോർണിംഗ്. മീനച്ചൂടിൽ വാടിത്തളരുകയാണ് വടക്കൻ കേരളം. അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു വിവരം അനുസരിച്ച് ഇന്നലെ 37 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ ചൂട് അല്പം കൂടുതലാണ്. ഈ 2025 ഏപ്രിൽ ആദ്യവാരങ്ങളിൽ 34.5 മുതൽ 35.5 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തവണ അത് അല്പം കൂടുതലാണ്. ഏതായാലും ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന ഒരു വിവരമനുസരിച്ച് ഞായറാഴ്ച വരെ താപനില ഉയർന്ന് തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് ഈ ചൂട് കൂടിയത് എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. കൂടുതലും ഇത് ബാധിച്ചിരിക്കുന്നത് ഈ വഴിയോര കച്ചവടക്കാരെയും അതുപോലെ വ്യാപാരികളെയുമാണ്. കഴിഞ്ഞ ദിവസം വിഷു ആയിരുന്നു. പൊതുവെ വ്യാപാരികളുടെ ഇടയിൽ നമുക്ക് ലഭിച്ചൊരു വിവരം ഇത്തവണ വിഷുവിന് പൊതുവെ വ്യാപാരം കുറവായിരുന്നു എന്നാണ്. ഇതിൻ്റെ പ്രധാന കാരണം ചൂട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഈ ചൂട് ബാധിക്കുന്നത് പുറമേ ജോലി ചെയ്യുന്നവരാണ്. അതായത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. കോഴിക്കോട് മേഖലയെ സംബന്ധിച്ചോളം അവരുടെ ഈ ജോലി സമയം ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. രാവിലെ 7 മുതൽ 12 മണി വരെയും ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 7 മണി വരെയുമാണ് അവർക്ക് ജോലി. ഈ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഈ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അവർക്ക് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു അറിയിപ്പ് അനുസരിച്ച് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൂപ്, ശരി. അനീഷ് ദേവസിയാണ് വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്ക് പോവുകയാണ്. ആൻമരിയ സണ്ണി റെഡിയാണ്. ഗുഡ് മോർണിംഗ്. ഇടുക്കി ഒഴികെ മധ്യ കേരളത്തിലും മുന്നറിയിപ്പുണ്ട്, യെല്ലോ മുന്നറിയിപ്പുണ്ട്. എന്താണ് കൊച്ചിയിലെ, എറണാകുളത്തെ ഒപ്പം മധ്യ കേരളത്തിലെ പൊതുവുള്ള സാഹചര്യം? ഇല്ല, തീർച്ചയായിട്ടും യെല്ലോ മുന്നറിയിപ്പിൽ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അതായത് സംസ്ഥാനം മുഴുവനായിട്ടും ഇപ്പോൾ വലിയ തരത്തിലുള്ള ചൂട് അനുഭവപ്പെടുകയാണ്. അതിൽ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ നോക്കുകയാണ് എങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലൊക്കെയാണ് അല്പം കുറവ് ചൂട് അനുഭവപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലാണെങ്കിൽ പോലും താപനിലയിൽ അല്പം കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ ഇരുന്നാൽ പോലും എൻ്റെയൊക്കെ നാട് ഇടുക്കിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ളൊരു ചൂട് ആ മേഖലകളിലും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ എറണാകുളം ജില്ലയെ മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ പല പ്രദേശങ്ങളിലും ജില്ലയിൽ നേരത്തെ മുതൽ തന്നെ ഈ കുടിവെള്ള പ്രശ്നങ്ങളെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരിടമാണ്. കാരണം ഈ കൊച്ചി മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വലിയ തരത്തിലുള്ള കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഈ ചൂട് കൂടി കനത്തൊരു സാഹചര്യത്തിൽ കുടിവെള്ളം കിട്ടാക്കനി എന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ മാറുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അവിടത്തെയുള്ള പല പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ട്. അതാണ് എറണാകുളം ജില്ലയെ നോക്കുകയാണെങ്കിൽ ചൂട് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. മറ്റത് ഈ വഴിയോര കച്ചവടക്കാരെയാണ്. അത് കോഴിക്കോട് ജില്ലയിൽ നിന്നും അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും എറണാകുളം ജില്ലയിൽ ഈ വഴിയോര കച്ചവടക്കാരെ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അവർ പറയുന്നത് ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത്. പല മേഖലകളിലെയും, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ മേഖലകളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധമായിട്ട് അല്ലെങ്കിൽ പ്രതിസന്ധിയായിട്ട് മാറിയിട്ടുണ്ട്. പലയിടങ്ങളിലും ജോലി സ്ഥലങ്ങളിലെ ഈ ജോലിയുടെ സമയം അത് വെട്ടിച്ചുരുക്കിയിട്ടുമുണ്ട്. പല ആളുകളോടും ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ ജോലി സമയം അത് നിർമ്മാണ
മേഖലകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് എറണാകുളം ജില്ലയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മെട്രോ ഉൾപ്പെടെയുള്ളവയുടെ പണി നടക്കുന്നതിനാൽ അവിടെയും ആളുകളുടെ എണ്ണം, അത് തൊഴിലാളികളുടെ എണ്ണം എല്ലാം വെട്ടിച്ചുരുക്കി, അത് ജോലിയുടെ സമയവും വെട്ടിച്ചുരുക്കിക്കൊണ്ടും അനുസരിച്ചുമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ ചുട്ടുപൊള്ളിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലും 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ അല്പം കുറവ് കാണിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലും കുറവ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മൊത്തത്തിൽ മധ്യ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യം. ഏറ്റവും പ്രധാനമായിട്ടും എറണാകുളം ജില്ലയിലെ ഒരു കുടിവെള്ള പ്രശ്നം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണതില്ല. ശരി, എന്തായാലും ഈ വെയിൽ കൂടുന്നു, ചൂട് കൂടുന്നു എന്നുള്ളത് മാത്രമല്ല, സാധാരണക്കാരുടെ ജീവിതത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വഴിയോര കച്ചവടക്കാരൊക്കെ കാണാതാകുന്ന അവസ്ഥ, ഈ നിർമ്മാണ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകളുടെയൊക്കെ കാര്യത്തിലൊക്കെ വലിയ ആശങ്കയുണ്ട്. അപ്പോൾ തന്നെ ഈ കർഷകരെയും നന്നായി ബാധിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ പശു വളർത്തലൊക്കെ നടത്തുന്നവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പശുക്കൾ ചത്തുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതും കുളത്തിൽ മീനുകൾ ചത്തുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെ കർഷകരെയും ഈ ചൂട് വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചൂടെന്ന് പറയുമ്പോൾ ചൂട് മാത്രമല്ല, ഈ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ തോത് അത് കൂടുന്നതും വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂര്യാഘാതം അടക്കം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്നത്. എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഉയർന്ന അൾട്രാ വയലറ്റ് വികിരണത്തോതും കനത്ത ചൂടും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. ഉയർന്ന തോതിൽ തുടർച്ചയായി അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും സൂര്യാഘാതത്തിനും ത്വക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും കാരണമായേക്കാം. അന്തരീക്ഷ താപം ഒരു പരിധിയിലപ്പുറം ഉയർന്ന് ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുകയും ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും തകരാറിലാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. സൂര്യാതപം കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ്. ക്ഷീണവും തലകർക്കവും തലവേദനയും പേശിവലിവും ഓക്കാനവും അസാധാരണമായ വിയർപ്പും ദാഹവും മൂത്രത്തിന്റെ അളവ് കുറയലും മഞ്ഞനിറമാകലും ബോധക്ഷയവും ഒക്കെയാണ് സൂര്യാതപ ലക്ഷണങ്ങൾ. സൂര്യപ്രകാശം ഏറ്റവും കടുത്ത അവസ്ഥയിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഏറ്റവും അധികം സൂര്യാഘാത സാധ്യത. 10 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലുമുള്ളവർക്കാണ് സൂര്യാഘാത സാധ്യത ഏറ്റവും കൂടുതൽ. ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. മരണം വരെ സംഭവിക്കാം. ചർമ്മ നേത്രരോഗങ്ങളുള്ളവരും രോഗപ്രതിരോധശേഷി കുറഞ്ഞവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. ഉയർന്ന ശരീരോഷ്മാവ്, ശരീരത്തിൽ ചുവന്ന പാടുകൾ, അതികഠിനമായ തലവേദന, തലകറക്കം, ചുഴലി രോഗലക്ഷണങ്ങൾ, ഉയർന്ന നാഡിമിടിപ്പ്, ബോധക്ഷയം, ഓക്കാനം, പേശിമുറുകൽ, അമിതമായ ദാഹം, കുഴഞ്ഞുവീഴൽ, അതികഠിനമായ തളർച്ച, ശരീരത്തിൽ പൊള്ളലേറ്റതുപോലുള്ള കുമിളകൾ എന്നിവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണം. സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം. വെള്ളം ധാരാളം നൽകണം. ഇളനീർ, നാരങ്ങാവെള്ളം എന്നിവയും നൽകാം. ഇറുകിയ വേഷങ്ങളാണെങ്കിൽ അവ അയച്ചിടണം. ശരീരത്തിൽ വെള്ളം തളിക്കണം. നനഞ്ഞ തുണി ശരീരത്തിലിടാം. ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം. ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. ആളെ ഇടതുവശത്തേക്ക് ചെരിച്ചു കിടത്തുകയാണ് നല്ലത്. സൂര്യാഘാതത്തെ പ്രതിരോധിക്കുന്നതിനായി ചില മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പുറത്ത് തൊഴിലെടുക്കുന്നത് ഒഴിവാക്കണം. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മേലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. അയഞ്ഞ ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കുട ഉപയോഗിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. ഫാൻ, എയർ കണ്ടീഷണർ എന്നിവ വീട്ടിൽ ഉപയോഗിക്കണം. വായുസഞ്ചാരമുണ്ടാകാൻ ജനാലകൾ തുറന്നിടണം. ചായ, കാപ്പി, മദ്യം എന്നിവ ഒഴിവാക്കണം. സൂര്യാഘാതമുണ്ടാകാതെ നോക്കുന്നതാണ് ഏറ്റവും നന്ന്. ഉണ്ടായാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സമയം കളയാതെ വൈദ്യസഹായം തേടുകയും വേണം. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ പ്രേക്ഷകരെ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറയുന്ന 10 മണി മുതൽ 3 മണി വരെ പരമാവധി പുറത്തിറങ്ങാതിരിക്കുക. പക്ഷേ ഈ തൊഴിലെടുക്കുന്നവരോട് അത് നമുക്ക് പറയാൻ കഴിയില്ല. വീട് പുലർത്തണം. അതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതികരണം തേടിയപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് പുറത്തിറങ്ങിയല്ലേ പറ്റൂ, ഇത് മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതുപോലെ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ശരീരം സൂക്ഷിക്കുക. ഈ വെയിലിൽ നിന്ന് അല്ലെങ്കിൽ ഈ കടുത്ത ചൂടിൽ നിന്ന് നമുക്ക് എന്തായാലും പുറത്ത് കടന്നേ മതിയാകും. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം നടക്കും. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും ഇന്നും വിശാല ഭരണഘടനാ ബെഞ്ചിൽ നടക്കുക. കേസിൽ ദേവസ്വം ബോർഡിന്റെ വാദം പൂർത്തിയായിരുന്നു.
PR അരവിന്ദുണ്ട് വിവരങ്ങളുമായി. അരവിന്ദ്, എന്തായാലും ഇന്ന് ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും ഇന്ന് നടക്കുക. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുപതിലിന് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം തുടരുകയാണ്. പ്രധാനമായും ഈ ഹർജികളെ പുനഃപരിശോധന ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേൾക്കുക. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ അടക്കം വാദം പൂർത്തിയായിരുന്നു. പ്രധാനമായും ദേവസ്വം ബോർഡ് പൂർത്തിയായത് എല്ലാ സ്ത്രീകളെയും ഇത്തരത്തിൽ ശബരിമലയിൽ വിലക്കുന്നില്ല. 10 വയസ്സിന് താഴെയും അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമുണ്ട്. ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കൂടുതലായി ശബരിമലയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് വിലക്കില്ലെന്നും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം ചില നിരീക്ഷണങ്ങളെല്ലാം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ദശലക്ഷക്കണക്കിന് വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായത്. എന്തായാലും വാദം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇത്തരത്തിൽ തങ്ങളുടെ വാദങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപാകെ നിരത്തിയിട്ടുണ്ട്. എന്തായാലും വാദം കുറച്ച് ദിവസം കൂടി നീളുമെന്നതാണ് മനസ്സിലാക്കുന്നത്. 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഹർജികളിൽ വാദം കേൾക്കാൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ സ്ത്രീ പ്രവേശനത്തെ എതിർത്ത് തന്നെയാണ് സുപ്രീം കോടതിയിൽ വാദങ്ങൾ നിരത്തിയിരിക്കുന്നത്. ദിൽനാനു. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ KSEB താൽക്കാലിക ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ഇന്നും പ്രതിഷേധം തുടരും. അമ്പൂരി സ്വദേശി ആദിവാസി യുവാവ് സന്തോഷ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മതിയായ ചികിത്സ ലഭിക്കാതെയാണ് മരണമെന്നാണ് പരാതി. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അജ്മൽ, 24 പുറത്തുവിട്ടൊരു വാർത്തയാണ്. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധുക്കളും അടക്കം പറയുന്നത്? പ്രതിഷേധം എങ്ങനെ തുടരാനാണ് ആലോചന? അനൂപ്, ദിൽന, ഈ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവുകൾ തുടർ വാർത്തകളാകുന്നതിനിടയിലാണ് തിരുവനന്തപുരം പാറശാല പുതിയതായി ഉദ്ഘാടനം ചെയ്ത താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു ആരോപണം ഉയർന്നു വന്നത്. 24 ആദ്യമായി വാർത്ത പുറത്തുവിടുമ്പോൾ ഇതിനു മുമ്പും ഈ ആശുപത്രി ഉദ്ഘാടന സമയത്തും മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഈ ആശുപത്രി ഒരുക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്ത നമ്മൾ തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്നലെ അമ്പൂരി സ്വദേശിയായ KECBയിലെ താൽക്കാലിക ജീവനക്കാരൻ സന്തോഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയുടെ പേരിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. സന്തോഷ് ഈ ആശുപത്രിക്ക് സമീപം പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത്. അദ്ദേഹത്തെ സുഹൃത്തുക്കളും കുടുംബക്കാരും ചേർന്ന് സമീപത്തെ ഈ പാറശാലയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് അവിടെ മതിയായ ചികിത്സ ലഭിക്കാതെ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ ഇദ്ദേഹത്തിന് CPR നൽകിയ ശേഷം ഈ ഓക്സിജൻ നൽകുന്നതിന് വേണ്ടി ജീവനക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും സമയോചിതമായി ജീവനക്കാർ ഓക്സിജൻ നൽകിയില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആശുപത്രി ജീവനക്കാരുടെ പക്ഷം ഇദ്ദേഹത്തിന് ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ്. അദ്ദേഹത്തിന് ഓക്സിജൻ നൽകാൻ ഒരുങ്ങുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ച് മരിക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും ഇന്നലെ രാത്രി ആശുപത്രിയുടെ മുമ്പിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ്. യാതൊരു തരത്തിലും മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് കുടുംബം തയ്യാറായിട്ടില്ല. സർക്കാർ ഭാഗത്തു നിന്നുള്ള അധികൃതർ എത്തിയ ശേഷം അവരുമായി ചർച്ച നടത്തി ഇതിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച ശേഷമേ മൃതദേഹം ഏറ്റുവാങ്ങുമെന്നാണ് ഇന്നലെ കുടുംബം പറഞ്ഞിരുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് അടക്കം ഇനിയും കടക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്നും ആശുപത്രിയുടെ മുമ്പിൽ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ദിൽന, അനൂപ്, നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. KSEBയിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ആദിവാസി യുവാവാണ് മരിച്ചത്. ആരോപണം ഉയരുന്നത് പാറശാല താലൂക്ക് ആശുപത്രിയെക്കുറിച്ചാണ്. വിദഗ്ധ ചികിത്സ ലഭിച്ചില്ല എന്നാണ് ഉയരുന്ന ഈ ആശുപത്രിയെ പറ്റി നമ്മളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടുത്തെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 24 വാർത്തകൾ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ തന്നെ ഇന്നലെ വൈകുന്നേരം അവിടെ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുകയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തിരുന്നു. മറ്റൊരു വാർത്ത കൂടി നോക്കാം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. നിതിൻ രാജിന്റെ സഹപാഠികളുടെ മൊഴി സമിതി രേഖപ്പെടുത്തുമ്പോൾ യുവജന കമ്മീഷന്റെ തെളിവെടുപ്പും ഇന്നുണ്ടാകും. ആരോപണ വിധേയനായ അധ്യാപകൻ MK റാമിനെ ഇന്നലെ മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു. രക്ഷിതാക്കൾ പരാതി നൽകുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു ഈ നടപടി. കുംഭമേള വൈറൽ പെൺകുട്ടിയെ തേടിയെത്തിയ മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തുടരുന്നു. പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. എന്നാൽ പെൺകുട്ടിയും ഭർത്താവും മറ്റൊരിടത്തേക്ക് മാറിയിട്ടുണ്ട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഇവർ കൊച്ചി സിറ്റി പോലീസിനെ സമീപിച്ചിരുന്നു. പ്രായപൂർത്തിയാകാതെ
പെൺകുട്ടിയുടെ വിവാഹം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈറൽ താരത്തിന്റെ കുടുംബം പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ആൻമരിയ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻമരിയ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. വലിയ രീതിയിൽ വിവാദമായൊരു വിവാഹമാണ്. അതിൽ ഈ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. എന്താണ് ലഭ്യമാകുന്ന വിവരം? തീർച്ചയായിട്ടും വലിയ തരത്തിൽ വൈറലായിട്ടുള്ള ഒരു കല്യാണം തന്നെയായിരുന്നു അത് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മധ്യപ്രദേശ് പോലീസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് എത്തുന്നത്. അത് പ്രകാരം, അതായത് ആ FIR പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്, അതായത് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് പോലീസ് ഏകദേശം 5 അംഗ സംഘം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഒരു വനിതാ പോലീസും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇവർ കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചിയിൽ പോലീസിന്റെ സഹായം തേടുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷം ഈ പെൺകുട്ടി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിന്റെ നേതൃത്വത്തിൽ, മധ്യപ്രദേശ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. ഈ പരിശോധനകളിലൊന്നും അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. നിലവിൽ നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് പറയുകയാണ് എങ്കിൽ ഇവർ കൊച്ചിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ പെൺകുട്ടി തനിക്ക് 18 വയസ്സായിട്ടുണ്ട് എന്നും പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മധ്യപ്രദേശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ, അതായത് വിവാഹം കഴിച്ചിരിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ അറസ്റ്റും തടഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി വരെയാണ് ആ കേസ് പോയിരിക്കുന്നത്. അതിനുശേഷം ഹൈക്കോടതിയുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ കാര്യത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഹൈക്കോടതി ഈ കേസെടുത്തിരുന്നെങ്കിൽ മാത്രമേ കേരള പോലീസിനും അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് പോലീസിനും ഇവിടെ നിന്നും ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് മധ്യപ്രദേശ് പോലീസിന്റെ തുടർന്നുള്ള നീക്കം എന്നാണ് വരും നിമിഷങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അതില്ല. ശരി, ആൻമരിയ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വയോധികയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തും. ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശി കമലാക്ഷിയെയാണ് ഇന്നലെ വൈകിട്ട് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ടെത്തിയത്. ഇവർക്ക് ഓർമ്മക്കുറവടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വയോധികയുടെ മൊഴിയിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉള്ളതിനാൽ വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ലഭിച്ച വിലാസമനുസരിച്ച് പ്രാഥമിക അന്വേഷണം നടത്താൻ ആലപ്പുഴ പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എറണാകുളം വനിതാ പോലീസിന്റെ സംരക്ഷണയിലാണ് കമലാക്ഷി. കുരുക്ഷേത്ര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ആത്മഹത്യകളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഹരിയാനയിലെ ക്യാമ്പസിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണ്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ക്യാമ്പസ് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ക്യാമ്പസിലെ മെന്റർമാർ അധിക്ഷേപ പരാമർശം നടത്തുന്നതിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 2 ആഴ്ചയ്ക്കിടെ 3 മരണമാണ് ഇവിടെ ഉണ്ടായത്. എല്ലാം ബെറ്റിംഗ് ആപ്പുകൾ മൂലമുള്ള സമ്മർദ്ദം എന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇന്നലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചിരുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം കടന്നുപോകുമ്പോഴും വയനാട് കൽപ്പറ്റ മണ്ഡലത്തിലെ ചുണ്ടയിൽ വർഷങ്ങളായുള്ള കാട്ടാന ശല്യത്തിന് പരിഹാരമായിട്ടില്ല. പകൽ പോലും ഇറങ്ങുന്ന കാട്ടാന ഫെൻസിംഗ് തകർത്ത് കൃഷി നശിപ്പിക്കുന്നത് തളിമല നിവാസികൾക്ക് തലവേദനയാണ്. പ്രദേശത്തെ തേയിലത്തോട്ടത്തിലൂടെ കാട്ടാന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കുറെ നാളുകളായി ഈ കാട്ടാന തളിമല പ്രദേശത്തും ഒലീവ് മലയിലും സ്വൈരവിഹാരം തുടരുകയാണ്. മറ്റു വന്യജീവികളുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെങ്കിലും സ്ഥിരമായുള്ള കാട്ടാനയുടെ വരവ് ഭയമുണ്ടാക്കുന്നുണ്ടെന്ന് പ്രദേശവാസി. കുരങ്ങ് പ്രശ്നമാണ്, പന്നി പ്രശ്നമാണ്, മാൻ അതിനെക്കാട്ടും പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആനയും കടുവയും ഇതൊക്കെ ആയിട്ട് ശരിക്കും ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ. വനം വകുപ്പിന്റെ സോളാർ ഫെൻസിംഗ് കാട്ടാനയ്ക്ക് കടമ്പയല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സ്ഥാനാർത്ഥികളോടും MLA അടക്കമുള്ളവരോടും വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിച്ചതാണെന്ന് നാട്ടുകാർ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് സ്ഥലമായുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് ഒരു മീറ്റിംഗ് കൂടി വിളിച്ചിട്ട് അതിൻ്റെ പ്രതികരണം എന്താണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു നല്ല തീരുമാനം ഉണ്ടാവണം. വെച്ചാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഇറക്കാൻ പറ്റുന്ന കണ്ടീഷൻ. ഇനിയിപ്പോൾ അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ ഈ ചക്കയും ഒക്കെ ആയി കഴിഞ്ഞാൽ ആന ഇവിടെ നിന്ന് പോകില്ല. ആ ഒരു കണ്ടീഷനാണുള്ളത്. വയനാട് ജില്ലയിൽ കാലങ്ങളായി തുടരുന്ന വന്യജീവി ആക്രമണം തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയായിരുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 വയനാട്.
നാസിക്കിലെ TCS BPOയിൽ നടന്ന ലൈംഗികാതിക്രമ മതപരിവർത്തന കേസുകളിൽ ഒളിവിലുള്ള പ്രതി നിദാ ഖാനായി തിരച്ചിൽ തുടരുന്നു. കമ്പനിയിലെ HR മാനേജറായിരുന്ന നിദാ ഖാൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് നാസിക്കിലെ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ചില ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുംബൈക്കടുത്ത് ഭിവണ്ടിയിൽ വ്യാപക പരിശോധന നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായിരുന്നില്ല. അതിജീവിതകൾ നൽകിയ പരാതികൾ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പീഡനത്തിന് ഒത്താശ ചെയ്തുമെന്നുമാണ് ഇവർക്കെതിരായ പരാതി. നേരത്തെ കേസിൽ 7 പേർ അറസ്റ്റിലായിരുന്നു. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ്. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 5 ദിവസമാണ് തമിഴ്നാട്ടിലുള്ളത്. മണ്ഡല പുനർനിർണയമാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ DMKയുടെ മുഖ്യ പ്രചാരണായുധം. മക്കൾ നീതി മയ്യം അധ്യക്ഷൻ കമൽ ഹാസൻ MP ഇന്നു മുതൽ 20 വരെ DMK സഖ്യത്തിനായി ചെന്നൈയിൽ പര്യടനം നടത്തും. കേന്ദ്രമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരും വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെത്തും. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനേഷ്, വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നത്. അത് ADMKക്ക് BJP സഖ്യത്തിന് തമിഴ്നാട്ടിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. DMK അത് മുഖ്യ പ്രചാരണം ആയുധമായി വരുമ്പോൾ ഈ അവസാന ലാപ്പിലെ പ്രചാരണം അതെങ്ങനെയാണ് പോകുന്നത് തമിഴ്നാട്ടിൽ? ദിൽന, അനൂപ്, അതായത് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു ആയുധം അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് DMK. അത് സ്റ്റാലിൻ മറ്റൊരു തരത്തിലാണ് അത് ഈ പറഞ്ഞ രീതിയിൽ തമിഴ്നാട്ടിൽ അത് ഉപയോഗിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഓരോ പ്രചാരണ യോഗങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും കൃത്യമായി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ തുടങ്ങിയ കരിങ്കുടി ഈ പറഞ്ഞ പ്രതിഷേധം ഓരോ DMKയുടെ ഓഫീസുകളിലും അതുപോലെ തന്നെ ഭാരവാഹികളുടെ വീടുകളിലുമെല്ലാം കൃത്യമായി തന്നെ കരിങ്കൊടി ഉയർത്തണം എന്നുള്ളൊരു ആഹ്വാനം ഇന്നലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബില്ല് കത്തിച്ച് പ്രതിഷേധിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം ഇന്നും നാളെയും കൂടെ ഈ കരിങ്കൊടി പ്രതിഷേധം തുടരണം എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ അത് നടക്കുന്നുണ്ട്. അതിന് ഒപ്പമാണ് ഓരോ പ്രചാരണ യോഗങ്ങളിലും കൃത്യമായി തന്നെ പറയുന്നു ഈ പറഞ്ഞ രീതിയിലുള്ള ഈ പറഞ്ഞ മണ്ഡല പുനർനിർണയത്തിന്റെ പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്, അത് എങ്ങനെയാണ് തമിഴ്നാട് നേരിടാൻ പോകുന്നത്. എന്തായാലും അത് വളരെ കൃത്യമായി തന്നെ ഒരു പ്രചാരണ ആയുധമാക്കി എല്ലാവരും, അതിപ്പം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികളും കൃത്യമായി പറഞ്ഞ് വോട്ട് ആക്കാൻ നോക്കുന്നതും നിലവിൽ അത് തന്നെയാണ്. മാത്രമല്ല സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ഇന്നലെയൊക്കെ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തത്. എന്തായാലും ആ രീതിയിലാണ് DMK അതിനെ കാണുന്നത്. അത് വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 2 ഇടങ്ങളിലാണ്, ദിണ്ടിഗലും അതുപോലെ തന്നെ ആണ്ടിപ്പട്ടിയിലുമാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം നടക്കുക. പറഞ്ഞ രീതിയിൽ ഉദയനിധി സ്റ്റാലിനാണെങ്കിലും ആ മേഖലയിൽ തന്നെ കോയമ്പത്തൂരും നീലഗിരിയും അതുപോലെ കോയമ്പത്തൂർ, നീലഗിരി, തിരുപ്പൂർ തുടങ്ങിയ മേഖലകളിലാണ് ഉദയനിധി സ്റ്റാലിന്റെ പര്യടനം നടക്കുന്നത്. കമൽഹാസൻ ഇന്നു മുതൽ 4 ദിവസം ചെന്നൈയിലും കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലുമൊക്കെ പര്യടനം നടത്തും. ഇന്നിപ്പോൾ രാവിലെ ചെപ്പോക്ക്, അതായത് ഉദയനിധി സ്റ്റാലിന്റെ മണ്ഡലമായിട്ടുള്ള ചെപ്പോക്കിൽ നിന്നാണ് പര്യടനം തുടങ്ങുക. വില്ലിവാക്കത്ത് അവസാനിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് പര്യടനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് സൂചനകൾ. എന്തായാലും ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം, 5 ദിവസം, ഇന്ന് തൊട്ട് 5 ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള പ്രചാരണം NDA ആണെങ്കിലും ശരി, ഈ പറഞ്ഞ രീതിയിൽ DMK ആണെങ്കിലും ശരി, ദേശീയ നേതാക്കളെ കൊണ്ടുവന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ദേശീയ നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണത്തിനാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ മുൻകൈയെടുത്ത് പ്രചാരണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി മനീഷ്, 23-ാം തീയതി തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 21-ന് പരസ്യ പ്രചാരണം അവസാനിക്കും. ഈ അവസാന ലാപ്പിൽ തമിഴ്നാടിന് DMKക്ക് വീണ് കിട്ടിയ ഒരു പ്രചാരണായുധമാണ് ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ബില്ല്. ഇനി പശ്ചിമബംഗാളിലേക്ക് പോകാം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 3 നാൾ കൂടി ബാക്കി. BJPക്കെതിരെ പുതിയ ബില്ലുകളിൽ വിമർശനം ശക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മമതാ ബാനർജി. അതേസമയം കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിലൂടെ കളം നിറയാം എന്ന പ്രതീക്ഷയിലാണ് BJP PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, തമിഴ്നാട്ടിലേതിന് സമാനമായി കേന്ദ്രത്തിനെതിരെ ഈ ബില്ലുകൾ ഉൾപ്പെടെ പ്രചാരണായുധമാക്കുകയാണ് മമതാ ബാനർജിയും എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകും. അത് ഈ കേന്ദ്ര വിരുദ്ധ നിലപാടുകളിലൂടെ മറികടക്കാം എന്ന് തന്നെയാണോ TMC പ്രതീക്ഷിക്കുന്നത്? ശക്തമായ പോരാട്ടമാണ് ഇത്തവണ ബംഗാളിൽ നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും BJPയും വാശിയേറിയ പ്രചാരണം സംസ്ഥാനത്തുടനീളം നടത്തുന്നുണ്ട്. BJPക്ക് വേണ്ടി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത്. അതിന് മുൻപുള്ള ദിവസമെല്ലാം കൃത്യമായി ബംഗാളിൽ തുടർന്നുകൊണ്ട് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മറ്റ് ദേശീയ നേതാക്കളടക്കം ഇന്ന് സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇതുകൂടാതെ തന്നെ BJP മുഖ്യമന്ത്രിമാരാണ് കൃത്യമായി ഈ പ്രചാരണ നടപടികൾ ഏകോപനം ചെയ്യുന്നത്. കാരണം BJPയുടെ ആഭ്യന്തര സർവേയിൽ 100-ലധികം സീറ്റുകൾക്ക് BJPക്ക്
ഇത്തവണ ബംഗാളിൽ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. പ്രചാരണം കൂടുതൽ ശക്തമാക്കിയാൽ ബംഗാളിൽ അധികാരം പിടിക്കാമെന്നും BJP കണക്ക് കൂട്ടുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും അതുപോലെ തന്നെ ഈ ഭരണവിരുദ്ധ നിലപാടുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൃത്യമായ പ്രചാരണം BJP ആസൂത്രണം നടത്തിയത്. നുഴഞ്ഞുകയറ്റക്കാരെ തൃണമൂൽ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനം കൂടി BJP ബംഗാളിൽ ഉയർത്തുകയാണ്. ഇത് തടയാൻ വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും BJP ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ വനിതാ സംവരണ ഭേദഗതി ബില്ലടക്കം ഈ അവസാന ഘട്ടത്തിൽ പ്രചാരണ ആയുധമാക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അതോടൊപ്പം തന്നെ അധികാരം പിടിച്ചെടുക്കുക എന്ന നീക്കമാണ് BJP നടത്തുന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. വനിതകൾക്ക് സംവരണമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യമാണ് ഇത്തരത്തിൽ BJP നീക്കം. മുൻപ് SIR നടത്തിയതും സമാനമായ ആവശ്യവും അല്ലെങ്കിൽ സമാനമായ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. എന്തായാലും മമതാ ബാനർജി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ പ്രചാരണ വേളയിൽ അടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി എത്തുക, ആ പ്രധാനമന്ത്രി മമതാ ബാനർജി വിമർശിക്കുക, തൊട്ടടുത്ത പൊതുസമ്മേളനത്തിൽ തന്നെ മമതാ ബാനർജി തിരിച്ച് പ്രധാനമന്ത്രിക്കെതിരെയും BJPക്കെതിരെയും ശക്തമായ വിമർശനം ഉയർത്തുക. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ്. കാരണം 23-നാണ് ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. പിന്നീട് രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നും നടക്കും. 21-ന് പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോകുക. അതേസമയം ശക്തമായൊരു തിരിച്ചുവരവിനാണ് CPIയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടികളും ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കോൺഗ്രസ് 294 സീറ്റുകളിലും ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ഇത്തവണ ഒരു സീറ്റ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊന്നും സീറ്റ് ലഭിച്ചിരുന്നില്ല, അതിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നതാണ് കോൺഗ്രസും അതുപോലെ തന്നെ CPIയും ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ് ബംഗാളിൽ ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. ആർക്കും കൃത്യമായ ഒരു മുൻതൂക്കം ഇപ്പോൾ ബംഗാളിൽ പറയാൻ സാധിക്കില്ല. ദിൽന, അനു. ഇത് BJPയുടെ ബംഗാളിലെ പ്രതീക്ഷ നമുക്കറിയാം. BJP കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ തവണ കഴിഞ്ഞ അവസാന ഇലക്ഷനുകളിലൊക്കെയായി ബംഗാൾ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് നേരിട്ട് മുന്നിട്ടിറങ്ങുന്നത് അമിത്ഷായാണ്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള പ്രചാരണമാണ് ബംഗാളിൽ നടക്കുന്നത്. ഇത്തവണ ഈ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ, ഈ വനിതാ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ബംഗാൾ പിടിക്കാമെന്നൊരു പ്രതീക്ഷ അത് തന്നെയല്ലേ BJPക്കുള്ളത്? ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ആഭ്യന്തര സർവേ നടത്തിയിരുന്നു. ആഭ്യന്തര സർവേയിൽ 100-ലധികം സീറ്റുകൾ ബംഗാളിൽ ലഭിക്കുമെന്നതാണ് ഒരു വിലയിരുത്തലായി BJP നേതൃത്വം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ 100-ലധികം സീറ്റ് ലഭിക്കാമെന്ന ആദ്യഘട്ടത്തിൽ വരുമ്പോൾ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കിയാൽ ബംഗാളിൽ അധികാരം പിടിക്കാമെന്ന് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രചാരണം അതിശക്തമാക്കണമെന്നും ഓരോ ബൂത്ത് തലങ്ങളിലുള്ള പ്രചാരണം ശക്തമാക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ത്രിതല പ്രചാരണ പദ്ധതികളായിരുന്നു BJP ബംഗാളിൽ ആസൂത്രണം ചെയ്തത്. പ്രധാനമായും ഈ പ്രമുഖ ക്യാമ്പയിനുകൾ, ഈ റോഡ് ഷോകളും അതുപോലെ തന്നെ മുഖ്യ പ്രചാരണ റാലികൾ നയിക്കുക പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥുമായിരുന്നു. അതേസമയം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നേരിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായി നേതാക്കൾക്ക് നിർദ്ദേശം നൽകുക, ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബൂത്ത് തലത്തിൽ ശക്തമായ ഒരു പ്രകടനം വേണമെന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇതുകൂടാതെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ദേശീയ നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ഇത്തവണ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകും എന്ന വിലയിരുത്തലിൽ തന്നെയാണ് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ തന്നെ ബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാരെ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹിന്ദു വോട്ടർമാരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം നീക്കമെന്ന വിമർശനം കൂടി BJP ഉയർത്തിയിരുന്നു. രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ പ്രചാരണ റാലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൃത്യമായി ഒരു വോട്ട് ഏകീകരിക്കുക എന്ന ലക്ഷ്യം ഇതിലൂടെ BJP വയ്ക്കുന്നുണ്ട്. അതേസമയം മമതാ ബാനർജിക്കെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. കാരണം ഹിന്ദു വോട്ടർമാർ സംസ്ഥാനത്ത് സുരക്ഷിതരല്ല അടക്കമുള്ള വാദങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതേസമയം ഇത്തരം വാദങ്ങൾ അത് BJP ഒരു വർഗീയ ചേരിതിരിവിനാണ് ശ്രമിക്കുന്നത് അടക്കമുള്ള വിമർശനങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതുകൂടാതെ തന്നെ ന്യൂനപക്ഷങ്ങളെ അടക്കം വലിയ രീതിയിൽ SIR നടപടികളിലൂടെ പുറത്താക്കിയെന്ന വിമർശനം കൂടി മമതാ ബാനർജി ഉയർത്തുന്നു. മുർഷിദാബാദിലടക്കം നിരവധി പേർക്ക് ഇത്തരത്തിൽ വോട്ട് നഷ്ടമായി എന്നതാണ് മമതാ ബാനർജി അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഭവാനിപൂരിലാണ് നിലവിൽ ഇത്തവണ മമതാ ബാനർജി മത്സരിക്കുന്നത്. ശക്തമായ ഒരു പോരാട്ടം ഈ മണ്ഡലത്തിലും നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം BJPയുടെ നേതാവായ സുവേന്ദു അധികാരിയാണ് ഇവിടെ മമതാ ബാനർജിയുടെ എതിർ സ്ഥാനാർത്ഥി എത്തുന്നത്. വലിയ വാദപ്രതിവാദങ്ങളും കഴിഞ്ഞ സുവേന്ദു അധികാരിയുടെ റാലിയിലടക്കം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും 23-ന് ആദ്യഘട്ടം നടക്കും, 29-നാണ് രണ്ടാം ഘട്ടം നടക്കുക. ആർക്കും കൃത്യമായ ഒരു മുൻതൂക്കം ഇത്തവണ പറയാൻ സാധിക്കില്ല. വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ബംഗാൾ സാക്ഷി വഹിക്കുക. ദില്യാനു. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ചക്രകൽ പോലീസ് ചെയ്തിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേരുന്ന. അജീഷ്, പറയൂ.
ദിൽന, ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെയാണ് ഇപ്പോൾ ചക്കരക്കൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം ജനുവരിയിലായിരുന്നു നിതിൻ രാജ് ഈ ആപ്പ് വഴി 36% പലിശയ്ക്ക് 15,000 രൂപ വായ്പ എടുത്തത്. അതിനുശേഷം ഏപ്രിൽ 9 ഈ നിരന്തരം നിതിന്റെ ഫോണിലേക്ക് ഈ ആപ്പുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഭീഷണിപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്നും പറയുന്നു. സ്വമേധയാണ് ചക്കരക്കൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. നേരത്തെ സൈബർ സെല്ല് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വിവരങ്ങൾ ചക്കരക്കൽ പോലീസിനെ കൈമാറുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചക്കരക്കൽ SHOയുടെ പരാതിയിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തുടക്കം മുതൽ അതല്ല ഈ ആരോപണങ്ങൾ ഉയർന്ന് ഈ ജാത്യധിക്ഷേപമാണ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ലോൺ ആപ്പിലേക്കാണ് ഈ ചില കാര്യങ്ങൾ വഴിതിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ കൃത്യമായി നിതിൻ ലോൺ എടുത്തിട്ടുണ്ട്, അത്തരത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിലേക്ക് നിതിനെ ആക്കിയെന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലായത്, അല്ലേ? പോലീസിന്റെ അന്വേഷണം ആ വഴി നീങ്ങുന്നുണ്ട്. കാരണം ലോൺ ആപ്പിന്റെ ഭീഷണിയും അതുവഴി കോളേജിലുണ്ടായ പ്രശ്നങ്ങളും ആത്മകഥയിലേക്ക് തള്ളിവിട്ടു എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കാരണം നേരത്തെയും ചില പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ ഈ ലോൺ ആപ്പിന്റെ ഭീഷണിയും നിതിന്റെ ഫോണിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരുന്നു. കൂടാതെ നിതിന്റെ അധ്യാപികയ്ക്കും സമാനമായിട്ടുള്ള ഫോൺ കോളുകളും ഭീഷണി സന്ദേശം എത്തിയതോടെ അധ്യാപിക പ്രിൻസിപ്പലിനും പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏപ്രിൽ 10 രാവിലെ ഈ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് നിതിൻ രാജിനെ വിളിച്ചു വരുത്തിയത്. അന്ന് ഈ ലത എന്ന് പറയുന്ന അധ്യാപിക അടക്കമുള്ള വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഈ റൂമിൽ ഉണ്ടായിരുന്നത് പറയുന്നു. ഡോക്ടർ റാമും ഈ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതിനുശേഷം അതിനകത്ത് മാനസികമായി നിതിനെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യുന്നതിനകത്തുണ്ടായി എന്നാണ് കുടുംബവും വിദ്യാർത്ഥികളും ആരോപിക്കുന്നത്. നിലവിൽ അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന നിതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നിതിൻ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. സ്വാഭാവികമായിട്ട് പോലീസിന്റെ അന്വേഷണം ആ വഴിക്കും നീളും. ഇൻസ്റ്റാപേ എന്ന് പറയുന്ന ലോൺ ആപ്പിൽ നിന്ന് ഏത് തരത്തിലാണ് ഈ ഭീഷണി ഉണ്ടായിരുന്നത് തുടങ്ങിയ വശങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. തന്നെയാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. എറണാകുളം മുളന്തുരുത്തിയിൽ വീട്ടുമുറ്റത്ത് കാർ മാറ്റിയിരുന്നതിനിടെ അപകടം. ഭർത്താവ് വാഹനത്തിനടിയിൽപ്പെട്ടു. പുളിക്കമാലി ഷാപ്പ് പറമ്പിൽ അഖിൽ രാജനാണ് പരിക്കേറ്റത്. കാർ മാറ്റിയിടുന്നതിനായി ഭാര്യ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിവരങ്ങൾ. അനൂപ്, ഈ വാഹനം ഓടിക്കുന്നതിലെ പരിചയക്കുറവാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ആൾട്ടോ കാർ അത് മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ട് ഭർത്താവ് വാഹനത്തിന് മുൻപിൽ നിൽക്കുന്നു. ഭാര്യയാണ് വാഹനത്തിനുള്ളിലുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഈ പരിചയക്കുറവ് മൂലം അപകടത്തിലേക്ക് പോകുന്നത്. ഏകദേശം അല്പം ദൂരത്തേക്ക് തന്നെ ഈ വാഹനത്തിനടിയിൽപ്പെട്ട് ഈ വാഹനത്തോടു കൂടി തന്നെ വലിച്ചുകൊണ്ടുപോയി ഭർത്താവിനെ മുൻപിലേക്ക് വലിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ മുൻപിലേക്ക് പോകുമ്പോൾ മുൻപിൽ 2 മരങ്ങളും അതോടൊപ്പം തന്നെ ഒരു മതിലുമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലേക്ക് ഈ ഭർത്താവായിട്ടുള്ള അഖിൽ രാജ് കുടുങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് സംഘം, മുളന്തുരുത്തിയിലാണ് സംഭവം നടക്കുന്നത്, മുളന്തുരുത്തി ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തുന്നു. ആദ്യഘട്ടത്തിൽ ഈ മരവും അതോടൊപ്പം തന്നെ മതിലും നിൽക്കുന്നത് അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പിന്നീട് ഈ മതിലിലുണ്ടായിരുന്ന ഒരു ഭാഗം അത് JCB ഉപയോഗിച്ചുകൊണ്ട് മാറ്റുകയും അതിനുശേഷം ഫയർഫോഴ്സ് സംഘങ്ങൾ ഈ മണ്ണിനടിയിൽ നിന്ന് ഈ മണ്ണിൽ ഏകദേശം വലിയ ആഴത്തിലുള്ള ഒരു കുഴി ഉണ്ടാക്കിയതിനു ശേഷമാണ് അഖിൽ രാജിനെ പുറത്തേക്ക് എടുക്കുന്നത്. ഈ തലയ്ക്കുൾപ്പെടെ കാര്യമായിട്ടുള്ള പരിക്ക് അഖിൽ രാജിന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ആശുപത്രിയിലേക്ക് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുമുണ്ട്. ഇന്നലെയാണ് ഈ നാടിന് നടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. അനൂപ്. ശരി, അൻമരിയാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയിലുഴലുന്ന പാകിസ്ഥാന് വൻ സാമ്പത്തിക സഹായവുമായി സൗദി അറേബ്യ. $8 ബില്യൺ ധനസഹായം നൽകാൻ സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും നിർദ്ദേശിച്ചു. പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിലെ നിക്ഷേപങ്ങൾ വിപുലീകരിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം. പാകിസ്ഥാനുമായുള്ള ദീർഘകാല സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പ്രഖ്യാപനമാണ് റിയാദിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആകെ $8 ബില്യൺ സാമ്പത്തിക പാക്കേജ് സൗദി അറേബ്യ പാകിസ്ഥാനായി അനുവദിച്ചു. ഇതിൽ പാക് സെൻട്രൽ ബാങ്കിൽ സൗദി നേരത്തെ നിക്ഷേപിച്ചിട്ടുള്ള $5 ബില്യൺ കാലാവധി നീട്ടി നൽകി. ഇതിനു പുറമെ $3 ബില്യൺ കൂടി അധിക നിക്ഷേപമായി പാകിസ്ഥാന് കൈമാറും. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സൗദി സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം.
ആഗോള സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാനും പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ സഹായം അനുവദിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും സൗദി നൽകുന്ന തുടർച്ചയായ പിന്തുണയുടെ ഭാഗമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയായും ഈ വൻ നിക്ഷേപത്തെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. 24 ജിദ്ദ. പാർലമെന്റിൽ വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുന്ന സമയത്ത് പുറത്തുവരുന്നൊരു വാർത്ത, കേന്ദ്ര നിയമ മന്ത്രാലയം ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വിജ്ഞാപനം അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെന്ന. അരവിന്ദ്, അതിൻ്റെ ഒരു ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച പാർലമെന്റ്, ഒരു ബില്ല് വരികയും പാർലമെന്റിൽ ചർച്ച നടക്കുകയും ചെയ്യുമ്പോൾ ഈ 2023 ബില്ല് പ്രാബല്യത്തിൽ വരുന്നു, എന്താണ് മനസ്സിലാക്കേണ്ടത്? പിന്നെ സർവത്ര ആശയക്കുഴപ്പമെന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വക്താവ് കൂടിയായ ജയറാം രമേശ് ഇപ്പോൾ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. കാരണം വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നതാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നാരീശക്തി വന്ദന അധിനിയം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. 2023 ഈ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത്. ഏപ്രിൽ 16 തന്നെ ഈ ബില്ലായി നിയമമായി പ്രാബല്യത്തിൽ വന്നു എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ വിചിത്ര നീക്കമെന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം വനിതാ സംവരണ ഭേദഗതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ നടക്കുകയാണ്. അതിനുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇത് ആശയക്കുഴപ്പമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ 2023 ബില്ലിൽ പറയുന്നത് 33% സംവരണം ലോക്സഭയിലും അതുപോലെ തന്നെ നിയമസഭകളിലും സ്ത്രീകൾക്ക് പ്രാബല്യമാകും. ഇതാണ് ഏപ്രിൽ 16 ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും ആശയക്കുഴപ്പമുണ്ടെന്ന് തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്നു. അതേസമയം എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ ഉടനടി പ്രാബല്യത്തിൽ കൊണ്ടുവന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും വിചിത്രമെന്നതാണ് കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വനിതാ സംവരണ നിയമം 2023 വിജ്ഞാപനത്തിലൂടെ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നുവെന്ന് കേന്ദ്ര നിയമ മന്ത്രാലയമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലിൽ അപ്പോഴാണ് 2023 ബിൽ അത് പ്രാബല്യത്തിൽ വന്ന രീതിയിലുള്ള ഒരു വിജ്ഞാപനം വരുന്നത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. വിചിത്രമായ നടപടി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ബിൽ അത് പ്രാബല്യത്തിൽ വന്നതായി പറയുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ലോക്സഭയിലേക്കാണ്. എന്താണ് നടക്കാൻ പോകുന്നത് ലോക്സഭയിൽ എന്നത് വലിയ വിഷയമാവുകയും ചെയ്യുകയാണ്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. അരവിന്ദ്, ഇങ്ങനൊരു വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ ഇന്നത്തെ ചർച്ചകൾ, ഇന്ന് ലോക്സഭയുടെ പരിഗണനയിൽ വരുന്ന ബില്ല്, അതിലെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അത് പ്രതിഫലിക്കുമോ? കാരണം കോൺഗ്രസ് അടക്കം ഇതിൽ ആശയക്കുഴപ്പം ഉന്നയിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ട് പോകുക? കാരണം ഇന്ന് പുലർച്ചെ 1 മണി വരെയാണ് വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 3-2 ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ പാർലമെന്റിൽ ഈ ബില്ല് പാസ്സാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രാബല്യത്തിൽ വന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഇന്നൊരു പക്ഷേ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. 11 മണിക്കാണ് ഇന്ന് പാർലമെന്റിലെ നടപടികൾ ആരംഭിക്കുക. അപ്പോൾ ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം നമുക്കറിയാം 3 ബില്ലുകളാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ വനിതാ സംവരണ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ ബില്ല് പാർലമെന്റ് പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ്. വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നടക്കം കഴിഞ്ഞ ദിവസം ബില്ലിനെതിരെ വരുന്നത്. കാരണം ഇത് വനിതാ സംവരണമല്ല, മറിച്ച് മണ്ഡല പുനർനിർണ്ണയം വനിതാ സംവരണത്തിന്റെ പേരിലൂടെ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിച്ചിരുന്നത്. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ല. കൃത്യമായി എല്ലാവരുടെയും പ്രാതിനിധ്യം അത് ഉറപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വനിതാ സംവരണ ഭേദഗതികൾ പാർലമെന്റിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും അതിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ വാദപ്രതിവാദങ്ങൾ ഉറപ്പാണ്. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുകയാണ്.